കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല പഞ്ഞി പോലത്തെ വെള്ളയപ്പമാണ്. ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സമയം തന്നെ നല്ല പഞ്ഞി പോലെ ഇരിക്കും. അതുപോലെ തന്നെ നല്ല പച്ചറൊട്ടിയൊക്കെ മേടിക്കാൻ കിട്ടില്ല, അത്രയും നല്ല പഞ്ഞി പോലത്തെയാണ്. അതുപോലെ തന്നെ ടേസ്റ്റ് കൊണ്ടിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കണ വെള്ളയപ്പത്തിൻ്റെ ആ ഒരു വെള്ളയപ്പത്തിൻ്റെ യഥാർത്ഥ കോമ്പിനേഷൻ മുട്ടക്കറിയല്ലേ. അപ്പോൾ നമ്മൾ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നിൽക്കണേ പറമ്പ് കണ്ടു, ഇവിടെ നിറച്ച് ഇങ്ങനെ ചിത്രശലഭം നിൽക്കാനായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിന്നത്. എൻ്റെ വീടിൻ്റെ തൊട്ട് പടിഞ്ഞാറ് വശം തന്നെയാണ്. ഒരുപാട് ചിത്രശലഭമുണ്ട്. ഇപ്പോൾ എന്നെ കണ്ടിട്ട് കുറേ ഇങ്ങനെ ഓടിക്കളഞ്ഞതാണ്. അപ്പോൾ നമുക്ക് വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ പച്ചരി അരച്ചുണ്ടാക്കുന്ന അപ്പമാണ് വെള്ളയപ്പം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വറുത്ത പൊടി ഉണ്ടാവില്ലേ, വറുത്ത പൊടി കൊണ്ട് അരക്കാണ്ട് വറുത്ത പൊടി ഉപയോഗിച്ച് ചെയ്യുന്നതാണ് പാലപ്പം എന്ന് പറയുന്നത്. പല വീഡിയോയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ മാറിപ്പോയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടതൊരു തേങ്ങ വെള്ളമാണ്. 1-2 തേങ്ങയുടെ വെള്ളം എടുക്കാം കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു തേങ്ങയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് തലേ ദിവസം തന്നെ തേങ്ങ വെള്ളം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ തേങ്ങ വെള്ളം ഇടുമ്പോൾ നമ്മുടെ കള്ളപ്പത്തിൻ്റെ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ തേങ്ങ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് വെക്കണം. ഞാൻ ഈ മൂടിക്ക് 2 മൂടി ഈസ്റ്റ് ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാക്കറ്റിൽ വാങ്ങുന്ന ഈസ്റ്റ് ആണെങ്കിൽ ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഈസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ. ഈസ്റ്റ് ഇടുന്നത് നല്ലതാണ്, എന്നാലേ പൊങ്ങുള്ളൂ. ഈസ്റ്റ് ഇട്ടെങ്കിൽ മാത്രമേ പൊങ്ങുള്ളൂ. പലരും ഈസ്റ്റിനെ ഇങ്ങനെ ഭയങ്കര കുറ്റം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സോഡാപ്പൊടി ഇടാണ്ടിരുന്നാൽ മതി, ഈസ്റ്റ് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ തേങ്ങ വെള്ളത്തിൽ ഈസ്റ്റ് ഇട്ട് വെച്ച് കഴിയുമ്പോൾ ശരിക്കും കള്ളിൻ്റെ ആ ഒരു മണം ആ ഒരു ഇതൊക്കെ വരും. ഇനി നമുക്ക് ഇതിന് കള്ള് പോലെ ആവാനായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഈ സ്പൂണിൽ ഞാനൊരു 3/4 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തേക്കാം. ഇനി ചെയ്യാൻ പോണത് നമുക്ക് അപ്പി കാച്ചാനുള്ള പരിപാടിയാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് പച്ചരി മാത്രമായിട്ട് ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാൻ പോവുകയാണ്. ഒരു പിടി പച്ചരി മതിയാവും. നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത മിക്സ്ചർ ഞാൻ ഒരു 2 സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 സ്പൂൺ എടുക്കട്ടെ, ഇത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ഇത്തിരി വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. 1/2 സ്പൂൺ പഞ്ചസാര ഇതിലോട്ടും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ നമുക്കിനി ഇത് അടുപ്പിൽ വെച്ച് കുറുക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ തരത്തിലൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടോ. ഇനി ഇതിൻ്റെ ചൂടാറിയിട്ട് വേണം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടുണ്ട്, തേങ്ങ വെള്ളത്തിലും പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ അപ്പത്തിന് ഭയങ്കര മധുരമായിരിക്കുമെന്ന് വിചാരിക്കേണ്ട. രാത്രി മുഴുവൻ ഇരുന്ന് പുളിക്കാനുള്ളതാണ്. അപ്പോൾ ആ സമയം മധുരമൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാവെള്ളം നമ്മൾ ഈസ്റ്റ് ഇട്ട് വെച്ചേക്കണില്ലേ, അതും ബാക്കിയുള്ള കുറച്ച് അരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചോറും കൂടി ചേർത്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിതിൽ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്, തേങ്ങാവെള്ളം ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ കപ്പിക്കാച്ചി ചേർക്കുന്നുണ്ട്, കൂടാണ്ട് ചോറ് ചേർക്കുന്നുണ്ട്. ഇനി ചോറ് ചേർക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ മറ്റേ അവലില്ലേ, അവല് ചേർക്കുക കേട്ടോ. നല്ല വെള്ള അവല് ചേർക്കുകയാണെങ്കിൽ അപ്പത്തിന് നല്ല വെള്ള കളർ ഉണ്ടാവും. ഇപ്പം ഞാനിവിടെ ചോറാണ് ചേർക്കുന്നത്. നന്നായിട്ട് കലക്കി ഒഴിക്കണം. നമ്മൾ അരി ഇടുന്ന സമയത്ത് തന്നെ ഇതിങ്ങനെ വേണമെങ്കിൽ ഈസ്റ്റ് ഇട്ട് കലക്കി വെക്കാം കേട്ടോ. ഇതിപ്പോൾ എളുപ്പ മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സമയമുള്ള ആൾക്കാർ കുറച്ച് നേരത്തെ തന്നെ ഈ തേങ്ങ വെള്ളമൊക്കെ കലക്കി വെക്കാൻ പറ്റും. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തരി ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് അരക്കാം. കുറച്ച് തേങ്ങാക്കൊത്ത് ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ച് തേങ്ങ അരച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. തലേ ദിവസം തന്നെ അരച്ചിടണമെന്നില്ല, നാളെ രാവിലെ ഇട്ടാലും മതി. പക്ഷെ നാളെ രാവിലെ ഇടുമ്പോൾ നമ്മൾ പൊങ്ങിയിരിക്കുന്ന പൊടിയില്ലേ, അത് അത്രയും കൂടി കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ അതുകൊണ്ടാണ് ആ സോഫ്റ്റ്നെസ് അങ്ങോട്ട് കുറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തലേ ദിവസം തന്നെ അരച്ച് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നാളെ രാവിലെ അരച്ചാലും മതി.
ഇനി അരച്ചിടണമെന്ന് ഇല്ല, ശരിക്കും അതിൻ്റെ തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതി. പക്ഷെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അപ്പത്തിന് നമ്മൾ വിചാരിക്കണ അത്ര സോഫ്റ്റ് ആവില്ല. ഇനി നമ്മളിതിലേക്ക് സാധാരണ വെള്ളമാണ് ചേർക്കുന്നത്. തേങ്ങാ വെള്ളം നേരത്തെ ചേർത്തില്ലേ, അപ്പോൾ നമുക്ക് സാധാരണ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടി നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. ഇതിൽ ചില തേങ്ങ ഇങ്ങനെ കൊത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കണം. എന്ന് വെച്ചാൽ നാളെ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴേക്കും അവർ ചിലപ്പോൾ ചെറിയ പീസൊക്കെ എടുത്ത് അങ്ങനെ തന്നെ വിഴുങ്ങുകയാണെങ്കിൽ ഈ തേങ്ങാക്കൊത്തൊക്കെ പോയി തൊണ്ടയിൽ ഇങ്ങനെ കൊളുത്ത് നിൽക്കും. അതുകൊണ്ട് നമുക്ക് ആ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മാറ്റിയേക്കാം. 2 കഷ്ണം ഇങ്ങനെ അരയാണ്ടിരുന്നുള്ളൂ, ബാക്കിയെല്ലാം അരഞ്ഞ് ചേർന്നിട്ടുണ്ട്. ചേർന്നും കൂടി. അപ്പോൾ ഇതിൻ്റെ ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇപ്പോൾ ചൂടുണ്ടാവും. നമ്മൾ മിക്സിയിലാണ് അടിച്ചേക്കുന്നത്, അതുകൊണ്ട് ചൂടുണ്ടാവും. അപ്പോൾ ചൂടാറിക്കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഇനി നാളെ തുറന്ന് നോക്കിയാൽ മതി. വേറെ കാര്യം കൂടി പറയട്ടെ, ഇത് അരച്ച് വെക്കുമ്പോൾ എപ്പോഴും ഒരു വലിയ പാത്രത്തിൽ അരച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചെറിയ പാത്രത്തിൽ അരച്ച് വെക്കരുത്, പൊങ്ങി ഈ സ്ലാബും മുഴുവൻ വീഴും. അപ്പോൾ എപ്പോഴും വലിയ പാത്രത്തിൽ തന്നെ അരച്ച് വെക്കുക. അപ്പോൾ ഇനി നമുക്ക് നാളെ രാവിലെ കാണാം. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇതാ പാത്രം നിറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഞാൻ മൂടി വെച്ച പാത്രത്തിൻ്റെ ബാക്കിലേക്ക് നിറയായിട്ടുണ്ട്. വെള്ളയപ്പത്തിന് കലക്കി വെക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. പാലപ്പത്തിനാണ് കലക്കി വെക്കണമെങ്കിൽ ഇങ്ങനെ വെള്ളം മുകളിൽ വന്ന് നിൽക്കണ പോലെ നിൽക്കും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഉപ്പാണ്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും ചെറിയ ജീരകം ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടത് താന്ന് പോകണുണ്ട് താഴോട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് രാവിലെ വന്ന് വെള്ളമൊന്നും ഒഴിക്കരുത്. പിന്നെ ഇതിൻ്റെ എല്ലാ ടെക്സ്ചറും മാറിപ്പോവും. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഹാർഡായി പോവും. സോഫ്റ്റായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ രീതിയിൽ തന്നെ പോകണം. ഇനി നിങ്ങൾക്ക് വെള്ളം കൂട്ടണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ മാത്രം കൂട്ടുക. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പം ചൂടാൻ പാടുള്ളൂ. അപ്പോൾ അതേ ഞാൻ എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചപ്പോൾ കണ്ടോ ലൂസായി വന്ന കണ്ടോ. നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ നന്നായിട്ട് ലൂസായിട്ടിരുന്നോളും. ഇനി നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതി. കാരണം ഉപ്പൊക്കെ ഇപ്പോൾ ഇട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ വെച്ചപ്പോൾ കണ്ടോ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങിയിരിക്കണുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. നോൺ സ്റ്റിക്കിൻ്റെ ആണെന്ന് പറഞ്ഞ് വെളിച്ചെണ്ണ ഒഴിക്കാതിരിക്കരുത്. വെളിച്ചെണ്ണ ഒഴിച്ചെങ്കിൽ അപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഇത്തിരി വെളിച്ചെണ്ണ തൊട്ട് കൊടുക്കുക. അപ്പം ഉണ്ടാക്കുമ്പോൾ തീ കുറച്ച് വെക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് മൂടി വെച്ചേക്കാം. അപ്പോൾ അതേ നമ്മുടെ ആദ്യത്തെ അപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല പഞ്ഞി പോലെയല്ലേ ഇരിക്കണം. കണ്ടോ, ഔ ചൂട്. അപ്പം ഇനി നമുക്ക് ഒരെണ്ണം പൂ പോലെയുള്ള അപ്പം ഉണ്ടാക്കാം. പ്ലസ് പോലെ ചെയ്താൽ മതി. അങ്ങോട്ട് ഇങ്ങോട്ട്, അതുപോലെ ഇങ്ങോട്ട് ഇങ്ങോട്ട്, ഇനി ഇങ്ങോട്ട് ഇങ്ങോട്ട്. കടത്തിലുള്ള പണി. ഇതിൽ ബീട്രൂട്ട്
അരിഞ്ഞ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ കളറിലുള്ള അപ്പം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് വെള്ളയപ്പത്തിൽ തന്നെ 2-3 വെറൈറ്റി അപ്പം ഉണ്ടാക്കാൻ പറ്റും. മുട്ടക്കറി വെക്കാനായിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഓരോരുത്തരുടെ മുട്ടക്കറിക്ക് ഓരോരോ സ്റ്റൈലായിരിക്കും. അപ്പം ഞാൻ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇവിടുത്തെ മുട്ടക്കറിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവിടെ ചാറുണ്ടാവാൻ പാടില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ചാറുണ്ടാവാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ 4 സവാള എടുത്തിട്ടുണ്ട്. 4 മുട്ടക്ക് 4 സവാള. നന്നായിട്ട് മുരിച്ചെടുക്കണം ഈ സംഭവം. അതിനുശേഷം കുറേ നാൾ ഹോസ്റ്റലിലൊക്കെ നിന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ റൂം എടുത്ത് താമസിച്ചിട്ടുള്ളതാണ് എഞ്ചിനീയറിംഗ് പഠിക്കാനൊക്കെ. തന്നെത്താനെ കുക്ക് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് പുള്ളി പറയണതിൻ്റെ അപ്പുറത്തോട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മുട്ട ചാറോടുകൂടി വെച്ച് കഴിഞ്ഞാൽ കഴിക്കില്ല പുള്ളി. അതുപോലെ തന്നെ മുട്ടക്കറി ചോറിൻ്റെ കൂടെ കഴിക്കില്ല കേട്ടോ. നമ്മുടെ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മുട്ട ഞാൻ വാങ്ങിക്കൊണ്ടുവന്നപ്പോഴേ പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ സവാള വേകാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പിട്ട് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് മുരിയെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. ഇതൊക്കെ ഇപ്പോഴും എല്ലാ വീഡിയോയിലും പറഞ്ഞു കേൾക്കുന്നതാണ്. പിന്നെ നമുക്ക് ചേർക്കാവുന്നത് ഒരു 1.5 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു 7 വെളുത്തുള്ളി, പിന്നീട് 4 പച്ചമുളക്. നന്നായിട്ട് ഒന്ന് മുരിഞ്ഞോട്ടെ. എന്നിട്ട് നമുക്ക് മസാലയൊക്കെ ചേർക്കാം. അപ്പോൾ ഇത് നമ്മൾ പൊടികൾ ചേർക്കാൻ പോവുകയാണ്. ഇതിൽ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി മാത്രം എടുത്തുകൊണ്ട് വലിയ കളർ ഉണ്ടാവില്ല. നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ഫാമിലിയിലോട്ടൊക്കെ ഇങ്ങനെ കറി വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. വലിയ ഫാമിലിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെ ആർക്കും തികയില്ല. ഈ തക്കാളിയുടെ വെള്ളം പുറത്തോട്ട് ഇറങ്ങിയിട്ട് നന്നായിട്ടൊന്ന് ഇതിലേക്ക് അലിഞ്ഞ് ചേരട്ടെ കേട്ടോ. ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ നിങ്ങൾക്ക് കിട്ടുന്ന പോലെ ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ടേസ്റ്റി ചിക്കൻ മസാലയാണ്. ഇതിപ്പോൾ ഞാൻ ബീഫ് മസാലയുണ്ട് ചേർത്ത് കൊടുക്കണം. അത് അവസാനം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല മണമായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ മുട്ട പുഴുങ്ങി വെച്ചിരിക്കുകയാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ഇങ്ങനെ അരിഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ ആ മുട്ടയുടെ ഉണ്ണിയിലേക്കും കൂടി ആ മസാല പിടിച്ചോളും. അതുപോലെ തന്നെ ആ മുട്ടയുടെ സവാളയിലേക്കൊക്കെ ഒന്ന് ആയിക്കോളും. അപ്പോൾ എപ്പോഴും മറന്നുകൊണ്ടൊരു കാര്യമുണ്ട്, വേപ്പില ഇടാനായിട്ട്. വേപ്പില ഇട്ടേക്കട്ടെ. ഞാനിവിടെ ഫ്രഷായിട്ട് പറിച്ചുകൊണ്ടുവന്ന് വെച്ചിട്ട് ഇടാൻ മറന്നു പോയെങ്കിൽ ഭയങ്കര കഷ്ടമല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ടക്കറി. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.